ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷത്തോടുകൂടി ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മദിനം നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരെയും വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരനുഭവമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏത് സമൂഹത്തിലും ഉച്ചനീചത്വങ്ങളുണ്ട്, ജാതി വ്യവസ്ഥയുണ്ട്, ഭാഷാപരമായ വ്യത്യാസങ്ങളുണ്ട്, വർഗവ്യത്യാസങ്ങളുണ്ട്. ഇതില്ലാത്ത സമൂഹങ്ങളില്ല. ഒരുപക്ഷെ ഇന്ന് ആധുനിക ലോകത്ത് ഇത്തരത്തിലുള്ള ജനതകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒത്തിരി കുറയുകയും മനുഷ്യമഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ കൂടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു കാര്യം. യുദ്ധങ്ങൾ കുറഞ്ഞു വരുന്നു, അതുപോലെ വർഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതായിരുന്നില്ല അവസ്ഥ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ തൊട്ടുകൂടായ്മയും ഒക്കെ വളരെ ശക്തമായിരുന്നു. തീണ്ടലും തൊടിയിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ പല തട്ടുകളായി കണ്ട് താഴ്ന്ന ജാതിയെന്നും ഉയർന്ന ജാതിയെന്നും ഒക്കെ മുദ്രകുത്തി അവൻ്റെ ഭക്ഷണ രീതികൾ, അവൻ്റെ വസ്ത്രധാരണ രീതികൾ ഒക്കെ നിയന്ത്രിച്ചിരുന്ന, അവന് സ്വാതന്ത്ര്യം കൊടുക്കാഞ്ഞ ഒരു ചരിത്രം, ഭൂതകാലം നമ്മുടെ നാടിനുമുണ്ട്. ഇതെല്ലാ സംസ്കാരങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല എന്ന് ശ്ലീഹ പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള സർവ്വ വ്യത്യാസങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്ത്രീധന മരണങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് മനസ്സ് ഒത്തിരി മരവിച്ചിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി സ്ത്രീക്ക് ആദരവ് കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴുമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അമ്മയെ ആദരിക്കാത്ത, സഹോദരിമാരെ ആദരിക്കാത്ത ഒരു സംസ്കാരം എവിടെ നിന്ന് വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് അത് വളർന്നു വരിക. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഇപ്പോഴും ഉണ്ടെങ്കിൽ അന്ന് എന്തായിരുന്നു അവസ്ഥ? അതോടൊപ്പം യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസം. കാരണം സ്വജാതീയനും വിജാതീയനും തമ്മിലുള്ള വ്യത്യാസം. വിജാതീയരുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരെ വ്യത്യസ്തമായ നിയമങ്ങൾ പാലിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നല്ലോ യഹൂദ ജനം. അടിമ വ്യവസ്ഥിതിയിൽ ജീവിച്ചിരുന്ന സമൂഹം, അടിമകളായി ആൾക്കാരെ വിറ്റിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലും ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം ഇല്ലാതെ നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി ദൈവപുത്രനാണ് എന്ന് ശ്ലീഹ പഠിപ്പിച്ച് 2000 വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ പഠിപ്പിച്ച് തുടങ്ങി ഈ സമൂഹത്തിൻ്റെ ആന്തരികമായ ഒരു പരിവർത്തനം. ഞാൻ തോമാസ് ലീഹായെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യം, തോമാസ് ലീഹ നമുക്ക് കൊണ്ട് തന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ ഈ വെളിച്ചം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എവിടെ പോകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. വിശ്വാസം എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. വിശ്വാസം സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. സമൂഹത്തിൻ്റെ മനപരിവർത്തനത്തിൽ ഏറ്റവും ശക്തമായ സ്വാധീനമാണ് വിശ്വാസത്തിനുള്ളത്. അതുകൊണ്ടാണ് മതം എന്നതിൻ്റെ സ്വാധീനം
മനുഷ്യന് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. ദൈവികമായ ഒരു പദ്ധതിയായി ജീവിതത്തെ സ്വീകരിച്ച് അതിൻ്റെ ദൈവികമായ ആഗ്രഹങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കൂടുതൽ മനുഷ്യനായിട്ട് മാറുക, മനുഷ്യത്വത്തിൽ വളരുകയാണ്. മനുഷ്യത്വത്തിൽ വളരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ തിരിച്ചറിയുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുമ്പോഴുമാണ്. നമ്മൾ ഓർക്കണം, സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ആ വർഷങ്ങളിൽ തന്നെ എല്ലാ മനുഷ്യരിലും ഈ സുവിശേഷമൊന്നും എത്തുന്നില്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യന് ഈ ബൈബിളൊന്ന് വായിക്കാനായിട്ട് അവസരം കിട്ടുക. ഞാൻ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ബൈബിൾ വായിക്കാൻ തുടങ്ങിയ പിന്നെ ക്രൈസ്തവ വിശ്വാസത്തിലും ക്രൈസ്തവ സമൂഹത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ടായി. ക്രൈസ്തവ സമൂഹം വിശ്വാസം ജീവിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങൾ വളരെ വളരെ വിമോചനാത്മകമായിട്ട് സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും കൂടുതൽ മനുഷ്യന് സമത്വം നൽകുന്ന ഒരു വിശ്വാസമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ മനുഷ്യന് സമത്വം നൽകുന്ന ഒരു വിശ്വാസം. നമ്മുടെ ഇടയിൽ സ്ത്രീകൾക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയെല്ലാം ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വിശുദ്ധരായിട്ട് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കേരളത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ പദവിയിലേക്ക്, അൾത്താരയിലേക്ക് ഉയർന്നത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്, അൽഫോൻസാമ്മയാണ്. പിന്നീട് ഉള്ള 4 പേരിൽ, ആകെയുള്ള 4 സീറോ മലബാർ സഭയിലെ 4 വിശുദ്ധരിൽ 3 പേരും സ്ത്രീകളാണ്, കന്യാസ്ത്രീകളാണ്. അപ്പോൾ അവിടെയില്ല നമ്മൾ കാണുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ സമത്വത്തിനു വേണ്ടി, അതുപോലെ മനുഷ്യൻ്റെ പൊതുവായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം എന്നും നിലനിന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അതിനെ ആ രീതിയിൽ കാണുവാനും മാറ്റത്തിൻ്റെ ത്വരകമായി ക്രൈസ്തവ വിശ്വാസം എങ്ങനെ ചരിത്രത്തെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുവാനുമൊക്കെ സാധിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, തോമാസ് ശ്ലീഹ ഈ കേരളത്തിൽ വന്നു, ഇവിടെ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾ സ്ഥാപിച്ചു. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ ശക്തമായ വിശ്വാസ ജീവിതം അവർ നയിച്ചു. അവർ പല രീതിയിൽ ഈ സമൂഹത്തെ സ്വാധീനിച്ചു. പിന്നീട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പോൾ പാശ്ചാത്യ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഒക്കെ നമ്മുടെ സമൂഹം കുറേ കൂടി മാനവികമായ മൂല്യങ്ങൾ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ മാനവിക മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം അവയെ വാരിപ്പുണരുവാൻ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷം. നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്തത് സ്കൂളുകൾ ആരംഭിക്കുകയാണ്, പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ലോകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം ആശ്രമങ്ങളിലായിരുന്നു. ആശ്രമങ്ങളിലേക്ക് ആൾക്കാർ പോയി സന്യാസികൾ പഠിപ്പിക്കുന്നത് കേട്ടു തുടങ്ങിയതാണ് ലോകത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം. പിന്നീടത് ഭാരതീയ ചിന്തയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സന്യാസികളും ശിഷ്യന്മാരും, അവിടുന്നാണ് പിന്നീടത് വിദ്യാലയമായിട്ട് മാറുന്നത്. നമ്മൾ ഓർക്കണം, ഏറ്റവും പുരാതനമായ ലോകത്തിലെ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനങ്ങളായ യൂണിവേഴ്സിറ്റികളൊക്കെ ആരംഭിച്ചത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അങ്ങനെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായി വിശ്വാസ സമൂഹം മാറി. അപ്പോഴും ചോദിക്കാം, വിശ്വാസവും വിദ്യാഭ്യാസവും തമ്മിൽ എന്താണ് ഇത്ര ബന്ധമെന്താണ്? കാരണം മനുഷ്യന് അറിവ് കിട്ടിയാലേ അവൻ മനുഷ്യനായിട്ട് ജീവിക്കത്തുള്ളൂ. ഇന്നും നമ്മൾ ഇന്ത്യ വളരുന്നു, ഇന്ത്യ ഏറ്റവും വലിയ ലോകശക്തിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും വലിയ പാഴ്വാക്കാണെന്ന് നമ്മൾ തെളിയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യയിൽ വിദ്യാഭ്യാസമില്ലാത്തവർ കോടിക്കണക്കിനാണ്. മനുഷ്യ മഹത്വത്തിൻ്റെ അടിസ്ഥാനങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ അനേകരാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചേനെ, അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചേനെ, അവർക്ക് കുറച്ചും കൂടെ ആരോഗ്യ പരിരക്ഷ ലഭിച്ചേനെ.
തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞേനെ. കാരണം ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളിൽ അനേകരുണ്ട്. നമ്മുടെയൊക്കെ കന്യാസ്ത്രീ അമ്മമാർ എടുത്ത് തെരുവുകളിൽ നിന്നൊക്കെ എടുത്ത് സ്വന്തം എന്നതുപോലെ വളർത്തുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, നാനാ ജാതി മതസ്ഥരായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി അവരാരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തിൽ വളരെയേറെ കൂടി നിൽക്കുന്നതിൻ്റെ കാരണം സുവിശേഷം അവരെ അതിന് നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹ സുവിശേഷം ഇവിടെ പ്രഘോഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ സുവിശേഷം ഇത്ര ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിക്കുവാനും നമ്മുടെ സംസ്കാരത്തിന് സാധിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആധുനിക ലോകത്തെ രൂപീകരിക്കുന്നതിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഈ അടുത്ത നാളിൽ വായിക്കുകയുണ്ടായി, ലോകത്തെ അടിമത്തം എന്ന വ്യവസ്ഥിതി ഇല്ലാതാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ക്രൈസ്തവ സമൂഹങ്ങളാണ്. ഒരുപക്ഷെ ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ അടിമ വ്യവസ്ഥിതി അവരും പുലർത്തിയിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് സുവിശേഷം വായിച്ചു തുടങ്ങിയ നാളുകളിൽ, സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നിങ്ങളെല്ലാവരും അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെ ഈശോ മിശിഹായിൽ ഒന്നാണെന്ന്, ഒരുപോലാണെന്നുള്ള ബോധ്യം ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ അടിമ വ്യവസ്ഥിതിയെ മാറ്റാൻ ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ടത് ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളാണ്. നമ്മുടെയൊക്കെ ഈ കേരളത്തിലും പലപ്പോഴും സ്ത്രീകളുടെയും അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ഒക്കെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങിയത് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനം തരണം. കുറവുകൾ ഉണ്ടായിരുന്നിരിക്കാം, ഒരുപക്ഷെ അവിടെവിടങ്ങളൊക്കെ ആയിട്ട് കുറവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ വലിയ സംഭാവനകളെ നമുക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, തോമാസ് ശ്ലീഹ നമുക്ക് വിശ്വാസത്തിൽ പിതാവാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രഘോഷിച്ച സുവിശേഷം, അദ്ദേഹം പങ്കുവച്ച വിശ്വാസം ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ശതാബ്ദി ആഘോഷിച്ച കേരളത്തിലെ കോളേജുകളിൽ കൂടുതലും ക്രൈസ്തവ കോളേജുകളാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ആരംഭിച്ച സ്ഥാപനങ്ങൾ. അവിടെ നാനാജാതി മതസ്ഥരെ ഒരു ബെഞ്ചിലിരുത്തി, താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരനെയും ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു തുടങ്ങി. മാനവികതയുടെ അടിസ്ഥാനമിട്ടത് ഈ വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം പള്ളിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മനുഷ്യൻ്റെ ആരാധന ശുശ്രൂഷകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് സമൂഹത്തെ ഉദ്ധരിക്കുന്നതിൽ, സമൂഹത്തിൻ്റെ വളർച്ചയിലേക്ക് അതിനെ നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വിശ്വാസമാണ് തോമാസ് ശ്ലീഹ നമുക്ക് പകർന്നു തന്നത്. നമ്മുടെയൊക്കെ വൈദികർ കുറേ ദശാബ്ദങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ഗ്രാമത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാനാജാതി മതസ്ഥരെ കൂട്ടിക്കൊണ്ട് അവിടെ പാലങ്ങളുണ്ടാക്കി, റോഡുകൾ വെട്ടി, അവിടെ സ്കൂളുകൾ ആരംഭിച്ചു, അവിടെയൊക്കെ വികസനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ആ ചരിത്രമൊക്കെ അഭിമാനത്തോടെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തിരിക്കണം, അത് എഴുതി വയ്ക്കണം, ഓർത്തിരിക്കണം. നമ്മുടെ അടുത്ത തലമുറകളെയും അത് പഠിപ്പിക്കണം. കാരണം വിശ്വാസത്തെക്കുറിച്ച് അഭിമാനത്തോടെ വളരുന്ന ഒരു തലമുറയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. വിശ്വാസമെന്ന് പറയുന്നത് അത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു കാര്യമല്ലെന്ന് ഞാൻ ബോധ്യപ്പെടണം. മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ആ ദൈവം എന്നെ നിർബന്ധിക്കുകയാണ് സ്നേഹിക്കാൻ, സമർപ്പിക്കാൻ, പങ്കുവയ്ക്കാൻ, പരിത്യാഗത്തിൽ വളരുവാൻ എന്നെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എൻ്റെ പുറത്തേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വ്യത്യാസമുണ്ടാവുക. വിശ്വാസം പരിവർത്തനപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നത്. നമുക്ക് ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ കാണാനായിട്ട് സാധിക്കണം. ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ സംഭാവനകൾ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സംഭാവനകൾ, സുവിശേഷത്തിൻ്റെ സംഭാവനകൾ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ
തോമാസ് ലീഹായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു. അത് അനേകരെ സൗഖ്യപ്പെടുത്താനും അനേകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാം സാധാരണ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെന്ന സ്ലീഹായെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോലൻ സുവിശേഷം പ്രഘോഷിക്കുന്നവനും സുവിശേഷം ജീവിക്കുന്നവനുമാണ്. സുവിശേഷം ജീവിക്കുമ്പോൾ അത് അനേകർക്ക് വഴിവിളക്കായിട്ട് മാറുകയാണ്, പ്രകാശമായിട്ട് മാറുകയാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കേരളത്തിലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ എത്രമാത്രം സമഭാവനയോടെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ സ്വാശ്രയ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളും ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ കൊച്ചു കൊച്ചു സ്കൂളുകൾ ആരംഭിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി പഠിപ്പിച്ച് എല്ലാവർക്കും വിദ്യയുടെ വെളിച്ചം കൊടുത്ത് ആരംഭിച്ചതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസമാണ്. പിന്നീട് നമുക്കറിയാം, അച്ചടി രംഗത്തും പത്രങ്ങൾ ആരംഭിക്കുന്നതിനുമെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ, അധ്വാനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പാഠങ്ങൾ സുവിശേഷത്തിൽ അന്തർലീനമായിരുന്നതുകൊണ്ട് അവർ അധ്വാനിച്ച് കൃഷിയുടെ മേഖലയിൽ വിപ്ലവങ്ങൾ വരുത്തിയതിൻ്റെ ചരിത്രം നമുക്കറിയാം. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ ഒരു വ്യക്തിയും, ദൈവത്തിൻ്റെ മഹത്വം പേറുന്ന ഒരുവനും വഴിയിൽ കിടന്ന് ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല എന്നുള്ളൊരു ചിന്തയിൽ ആശുപത്രികളും അതോടൊപ്പം കാരുണ്യ ഭവനങ്ങളും തുറന്ന് മനുഷ്യൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിച്ച ചരിത്രം അതും നമ്മൾ ആദരവോടെ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെയെല്ലാം നോക്കിയാൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും കൃഷിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യ പരിരക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളുടെ സംഭാവനകൾ നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള ആഗമനത്തിന്, ഇവിടെ വിശ്വാസ സമൂഹങ്ങൾ രൂപീകരിച്ചതിനൊക്കെ നമ്മൾ വലിയ വില കാണേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വിമോചിപ്പിക്കുന്ന വിശ്വാസമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷേ പഠിച്ച് പഠനത്തിൻ്റെയൊക്കെ കൂടെ സൗഹൃദങ്ങളിലൊക്കെ ഏർപ്പെട്ട് വിശ്വാസം ഉപേക്ഷിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ആരെയും വിധിക്കാനായിട്ടാവില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വിധിക്കാൻ നമ്മൾ ആളല്ല. എന്തുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്തു? പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവർക്ക് സുവിശേഷത്തിലെ ഈശോയെ മനസ്സിലായിട്ടില്ല. ഈശോ നൽകുന്ന, രക്ഷകനായ ഈശോ നൽകുന്ന വലിയ വിമോചനം അവരുടെ ചിന്തയിലേക്ക് കടന്നു വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ അവരൊരിക്കലും അകന്നു പോവില്ല. കാരണം സഭയിൽ കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന കൃപകൾ നിറഞ്ഞിരിക്കുന്ന, മുടിചൂടി നിൽക്കുന്ന ഒരു വിശ്വാസ കുടുംബമാണ് സഭയെന്ന് പറയുന്നത്. അതൊരിക്കലും, അതറിഞ്ഞവൻ ഒരിക്കലും അത് ഉപേക്ഷിച്ചു പോവില്ല. ദൗർഭാഗ്യവശാൽ അവർക്കത് അറിയാൻ സാധിച്ചില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നും മനുഷ്യനിലെ വിമോചനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കത്തക്ക രീതിയിൽ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ക്രൈസ്തവ വിശ്വാസമാണ്. നമ്മൾ ഓർക്കണം, ജനാധിപത്യം ഏറ്റവും ആദ്യം വളർന്നു വന്നതും ക്രൈസ്തവ രാജ്യങ്ങളിലാണ്. രാജഭരണവും അടിമത്വവും എല്ലാം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് കടന്നു വന്നതിൽ ക്രൈസ്തവ രാജ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം ഏതു മേഖലയിലും ഭരണഘടനാ രൂപീകരണത്തിലുമെല്ലാം ക്രൈസ്തവ ആശയങ്ങൾ എത്രമാത്രം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ഭരണഘടനയൊക്കെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതെന്ന് പറയുമ്പോൾ അറിയാതെ ആ ഭരണഘടനയിലേക്കും ക്രൈസ്തവമായ സമത്വത്തിൻ്റെ ആശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, ആധുനിക ലോകത്തെ ആധുനികമാക്കിയ, കൂടുതൽ മാനവികമാക്കിയ, മനുഷ്യത്വത്തിൻ്റെ വളർച്ചയിലേക്ക് നയിച്ച വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അത് നമുക്ക് തന്ന തോമാസ് ലീഹായെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. തോമാസ് ലീഹായ്ക്കും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു.
അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനാകുന്നത്, എല്ലാവരും സമത്വത്തിലേക്ക് വളരുന്നത് കുറേ പേർക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എല്ലാവരും സമത്വത്തിൻ്റെ മാനുഷിക മഹത്വത്തിൻ്റെ അനുഭവത്തിൽ വളരുന്നത് ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉള്ളിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തെയാണ്, സുവിശേഷം പ്രഘോഷിക്കുന്നവനെയാണ്. അവരെ നശിപ്പിക്കാൻ അത് ഏതെല്ലാം തരത്തിലും, അതൊരു പക്ഷേ തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലാവാം, അപഖ്യാതികൾ പരത്തിക്കൊണ്ടാവാം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വിചാരണ ചെയ്തുകൊണ്ടാവാം, ഒക്കെ സഭയുടെ ധാർമ്മിക ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. കാരണം ഈ സമത്വത്തിൻ്റെ ശക്തമായ ശബ്ദം ഇല്ലാതാകുമ്പോൾ ചൂഷണത്തിൻ്റെ പുതിയ വഴികൾ മനുഷ്യന് തുറന്നു ലഭിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധനായ തോമാസ് ലീഹ, നമ്മുടെ അപ്പസ്തോലൻ, അദ്ദേഹം പകർന്നു തന്ന ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് എവിടെയാകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മളേറെ സഹായിക്കും. നമ്മൾ വിമോചനാത്മകമായ, ലോകത്തെ മുഴുവൻ വിമോചിപ്പിച്ച ശക്തമായ വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളാണ്. അത് സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങുന്നതല്ല, മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കുന്ന, അപരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന വിശ്വാസമാണത്. ആ വിശ്വാസമാണ് ലോകത്തെ മാറ്റുന്നതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് നന്ദിയോടുകൂടി സ്വീകരിച്ച് ശ്ലീഹ നമുക്കായിട്ട് നൽകുന്ന ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപം അത് എന്നും ഉജ്ജ്വലിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ക്രൈസ്തവ വിശ്വാസം ഞങ്ങളുടെ മണ്ണിൽ വന്നതുകൊണ്ട് ഇവിടെ നവീകരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ടായി എന്നുള്ളത് ഞങ്ങൾ ഏറ്റുപറയുന്നു. അത് കൂടുതൽ കൂടുതൽ മാനവികമാക്കുവാൻ, കൂടുതൽ കൂടുതൽ സ്നേഹത്താൽ നിറയുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, തോമാസ് ലീഹായുടെ മാതൃക പിഞ്ചെന്ന് ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കാനും സുവിശേഷം ജീവിക്കാനും അതിലൂടെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ വളർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.